ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു ഫുൾ സെറ്റ് റേഡിയോ ആണ് അസംബിൾ ചെയ്യാൻ നോക്കുന്നത്, ഇൻക്ലൂഡിങ് ഇതിൻ്റെ ക്യാബിനറ്റ്. അപ്പോൾ നമുക്കിത് കൊണ്ടുനടന്ന് ഉപയോഗിക്കാവുന്ന ഒരു റേഡിയോ, പോക്കറ്റ് റേഡിയോ ആയിട്ടാണ് ചെയ്യുന്നത്. കുറേ അധികം കമ്പോണൻസ് ഉണ്ട്. ഇതാണ് എൻ്റെ PCB. അപ്പോൾ ഇത് നമുക്കൊന്ന് അസംബിൾ ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിൻ്റെ ഫസ്റ്റ് പ്രൊസീജിയർ എന്ന നിലയ്ക്ക് SMD IC ആയ CD9088CB PCBയിലേക്ക് ഒന്ന് സോൾഡർ ചെയ്യാം. ഓക്കെ, SMD IC സോൾഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള കമ്പോണൻസ് കൂടി സോൾഡർ ചെയ്തെടുക്കാം. ഓക്കെ, അങ്ങനെ റേഡിയോയുടെ PCB അസംബ്ലിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള സ്പീക്കർ കണക്ട് ചെയ്യണം. പവർ സപ്ലൈ കൊടുക്കുന്നതിനുള്ള ബാറ്ററിയുടെ കോണ്ടാക്റ്റ് കൂടി കണക്ട് ചെയ്താൽ ഇത് അസംബ്ലിങ് പൂർത്തിയായി. അതിനുശേഷം നമുക്ക് ക്യാബിനറ്റിലേക്ക് സ്ക്രൂ ചെയ്ത് ഫിക്സ് ചെയ്യാം. എന്നിട്ട് റേഡിയോ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം.
അങ്ങനെ നമ്മളുടെ AM FM റേഡിയോയുടെ അസംബ്ലിങ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ ഡയലൊന്ന് ഒട്ടിച്ചെടുക്കണം. ബാക്കി കാര്യങ്ങളെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇത് ട്യൂൺ ചെയ്ത് ഇതിൻ്റെ റിസപ്ഷനൊക്കെ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഫ്രണ്ടിൽ ഈ റീഡിങ് ഒട്ടിക്കുക. അതിനുശേഷം ബാറ്ററി ഇട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അത് റെഡി ആയിട്ടുണ്ട്. ഇനി സർക്യൂട്ട് റേഡിയോ ഒന്ന് ക്ലോസ് ചെയ്തിടണം. അപ്പോൾ കേബിളൊക്കെ സ്ക്രൂവിൻ്റെയൊക്കെ ഇടയിൽ പെടാത്ത രീതിയിൽ വേണം ഇത് ക്ലോസ് ചെയ്യാനായിട്ട്. അതിനുശേഷം സ്ക്രൂ ഇട്ട് ഉറപ്പിച്ചെടുക്കാം. അതിഭീകര ഫിറ്റ് ആൻഡ് ഫിനിഷ് ഒന്നുമില്ല, എങ്കിലും ഓക്കെയാണ്. ഇവിടെ ഒരു ആൻറ്റിനയുടെ ഒരു കേബിൾ സ്ക്രൂവിൻ്റെ കറക്റ്റ് ഹോളിലൂടെ തന്നെയാണ് വന്നത്. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി 3 സ്ക്രൂസാണ് ഇൻസേർട്ട് ചെയ്യാനുള്ളത്. ഓക്കെ, 3 സ്ക്രൂവും കറക്റ്റായി തന്നെ ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ബാറ്ററി ഇൻസേർട്ട് ചെയ്യാം. 2 AA ബാറ്ററിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഒന്ന് ട്യൂൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ ക്യൂട്ട് റേഡിയോ നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. നല്ല റിസപ്ഷൻ പവറുള്ളൊരു റേഡിയോ ആണിത്. വേറെ ഏതെങ്കിലും ചാനൽ കിട്ടുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു പവർ LED ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ബാറ്ററി റീപ്ലേസ് ചെയ്യാറായോ എന്നൊക്കെ അറിയാൻ സാധിക്കുന്നതാണ്. ആൻറ്റിന അത്ര വലിയ ലെങ്ത്തുള്ള ഒരെണ്ണം അല്ല, പക്ഷേ എങ്കിലും അത്യാവശ്യം നല്ല റിസപ്റ്റിംഗ് പവറുണ്ട്. അത്യാവശ്യം നല്ല സൗണ്ടുമാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും പോക്കറ്റ് റേഡിയോ വേണം എന്നുള്ളവർക്ക് അസംബിൾ ചെയ്യാൻ പറ്റിയ വളരെ ചിലവ് കുറഞ്ഞൊരു റേഡിയോ ആണിത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ പുതിയൊരു സർക്യൂട്ടുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.